അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ കിച്ചൻ. ഏകദേശം ഒരു 2.5 മാസം മുന്നേ ഞാനൊരു ചെറിയ കിച്ചൺ ബഡ്ജറ്റ് മേക്ക് ഓവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ മെയിനായിട്ട് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ മാർബിൾ അഡ്ഹസീവ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി മേക്ക് ഓവർ ആയിരുന്നു അന്ന് ചെയ്തത്. അതിട്ടപ്പോഴേ കുറേ പേര് ഫീഡ്ബാക്ക് ഇടാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലും കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട്. കുറേ പേര് സാധനമൊക്കെ വാങ്ങിയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും ഉണ്ട്. റിവ്യൂ ഇടാൻ ലേറ്റായില്ല, സോറി. ബട്ട് സ്റ്റിക്ക് ചെയ്ത് 2-3 വീക്സ് കൊണ്ട് റിവ്യൂ പറയുന്നതിനെക്കാട്ടും നല്ലതല്ലേ 2.5 മാസം നല്ല റഫായിട്ട് യൂസ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യുന്നത്. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു 2.5 മാസമാണെങ്കിലും ഇത് സ്റ്റിക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു 3 മാസമായിട്ടുണ്ടാവും. എൻ്റെ ഓണസ്റ്റ് റിവ്യൂവും കൂടെ നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സും പിന്നെ ഞാൻ ചെയ്ത കുറച്ച് മിസ്റ്റേക്സും പിന്നെ എനിക്ക് തോന്നിയ കുറച്ച് ടിപ്സും ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യം എന്തായാലും പോസിറ്റീവ്സ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ തന്നെ കിച്ചൻ്റെ ലുക്ക് കംപ്ലീറ്റ് മാറ്റി. ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടാൽ അറിയാലോ, കുറച്ചുകൂടെ ബ്രൈറ്ററായി. പിന്നെ മെയിനായിട്ട് ഈസി ടു ക്ലീൻ ആണ്. പെട്ടെന്ന് വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ എല്ലാ ഡേർട്ടും ക്ലീൻ ആയി പോകും. പിന്നെ എനിക്ക് തോന്നിയത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കൂടുതൽ ചിലവൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ്ലി ഒരു ന്യൂ കൗണ്ടർ ഫീലിംഗ് കിട്ടും. പിന്നെ എനിക്ക് തോന്നിയൊരു പോസിറ്റീവ് തിങ് എന്താണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാൻ നല്ല ഈസിയാണ്. നല്ല പ്രീ പ്ലാൻ വേണം അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ, അല്ലെങ്കിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ പറ്റും, എനിക്ക് പറ്റിയ പോലെ. സ്റ്റിൽ അത് ലുക്കിന് എഫക്റ്റ് ചെയ്യുന്നില്ല. സൂം ചെയ്തൊക്കെ നോക്കുമ്പോഴേ അത് മനസ്സിലാവുന്നുള്ളൂ. ഇനി ഞാൻ ഓണസ്റ്റായിട്ട് എനിക്ക് വർക്കായില്ല എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. സ്റ്റൗവിൻ്റെ തൊട്ടടുത്തുള്ള സൈഡിലൊക്കെ പീൽ ചെയ്ത് പോന്നിട്ടുണ്ട്. സിങ്കിൻ്റെ സൈഡിൽ എപ്പോഴും വെള്ളം തട്ടുന്ന കുറച്ച് സ്ഥലത്തായിട്ട് ഇങ്ങനെ ബബിൾസ് പോലെ വന്നിട്ടുണ്ട്. അതിനുള്ളൊരു ചെറിയ ടിപ്പ് ഞാൻ ലാസ്റ്റ് ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കിൽ വന്നതാണ് ഇതും. അതിനും ഒരു ടിപ്പ് ഞാൻ ലാസ്റ്റ് ഷെയർ ചെയ്യാം. നല്ലോണം കട്ട് ചെയ്യുകയും കെയർഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എഡ്ജസ് ഒക്കെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. സോ ഓവറോൾ വാസ് ഇറ്റ് വർത്ത്? ആബ്സല്യൂട്ട്ലി ഫോർ ദ പ്രൈസ്. പിന്നെ കിച്ചണ് തന്ന ഫ്രഷ് ലുക്കിനും. ബട്ട് ഇത് ഒരിക്കലും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. വിയർ ആൻഡ് ടിയർ ഒന്നും ഇല്ലാണ്ട് ഇയേഴ്സ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതെന്തായാലും വർത്തല്ല. അല്ലെങ്കിൽ റെൻ്റൽ അപ്പാർട്ട്മെൻ്റ് ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ക്വിക്ക് മേക്ക് ഓവേഴ്സ് ഇഷ്ടമുള്ളവർ, അല്ലെങ്കിൽ ചേഞ്ചസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർ, എന്നെപ്പോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇത് വർത്താണ്. അല്ലാതെ ഒരിക്കലും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല ഇത്. ഇനി ഞാൻ എനിക്ക് പറ്റിയ മിസ്റ്റേക്സും നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സും പിന്നെ ചെറിയ ചെറിയ ടിപ്സും കൂടെ ഷെയർ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഇന്ന് റീൽസിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്രേവിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കുറച്ച് ഐറ്റംസ് ഞാൻ 150 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. റൈസും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ. മാംഗോ ഓൾറെഡി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട് കൂടെ തന്നെ. പിന്നെ ഇതൊരു നെയ്ബർ പാകിസ്ഥാനിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കുറച്ച് സ്വീറ്റ്സാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പിന്നെ അതിനുള്ള ചെറിയ ടിപ്സും കൂടെ ഞാൻ ഒരുമിച്ച് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് കുറേ ആൾക്കാർ കോമെൻറ്റ് സെക്ഷനിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് കുറേ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് എവിടുന്നാണ് വാങ്ങിയിട്ടുള്ളതെന്ന്. അപ്പം ഞാൻ ഡേ ടു ഡേ എന്നാണ് വാങ്ങിയത്, അൽനെഹ്ദ 2. ലാസ്റ്റ് ടൈം ഞാൻ അവിടെ പോയപ്പോൾ ഈ റോൾ ടൈപ്പ് കണ്ടിട്ടില്ല. ഇൻസ്റ്റഡ് സെയിം ടൈപ്പ് തന്നെ സ്ക്വയർ പീസസ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. സെയിം ക്വാളിറ്റി ആണോ എന്നൊന്നും അറിയില്ല, പക്ഷെ കാണാൻ സെയിം തന്നെയാണ്. അടുത്തൊരു ഡൗട്ടായിരുന്നു ഇത് സ്റ്റിക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പ് വൃത്തികേടാവുമോ എന്നുള്ളത്. അത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിക്കറിൻ്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. മോസ്റ്റ് ഓഫ് ഗുഡ് ക്വാളിറ്റി അഡ്ഹസീവ് സ്റ്റിക്കേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ലോ ക്വാളിറ്റി ആകുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഗ്ലൂവും ലോ ക്വാളിറ്റി ആയിരിക്കും, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ ആയിരിക്കും. അത് നമ്മൾ ചിലപ്പോൾ ഒറിജിനൽ കൗണ്ടർ ടോപ്പിന് ഡാമേജ് ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഇതുമായിട്ട് റിലേറ്റഡ് തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അഡ്ഹസീവ് റോള് വാങ്ങുമ്പോൾ ഗുഡ് ക്വാളിറ്റി ആണോ ബാഡ് ക്വാളിറ്റി ആണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാവുക എന്നുള്ളത്. അത് കുറച്ച് പണി തന്നെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. എന്നാലും ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലതാവാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കും കൂടുതൽ നോളേജ് ഒന്നും ഇല്ല ഇക്കാര്യത്തിൽ. അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാം. ഫസ്റ്റ് തന്നെ തിക്നെസ് നോക്കുക. തിക്കർ സ്റ്റിക്കർ ആകുമ്പോൾ കൂടുതൽ ഡ്യൂറബിൾ ആയിരിക്കും. പിന്നെ പേപ്പർ തിൻ ഫീൽ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കീറാനും ബബിൾസ് വരാനും ഒക്കെ ചാൻസ് ഉണ്ടാവും. പിന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പിന് ഇടുമ്പോൾ ഷുവർ ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യണം. വാട്ടർ പ്രൂഫ് ആണോ എന്ന് നോക്കണം. പിന്നെ അറ്റ്ലീസ്റ്റ് മൈൽഡ്ലി ഹീറ്റ് റെസിസ്റ്റൻ്റ് എങ്കിലും ആവണം. ഓൺലൈന് വാങ്ങുകയാണെങ്കിൽ എപ്പോഴും റിവ്യൂസ് നോക്കിയിട്ട് അവർ അപ്ലോഡ് ചെയ്ത ഫോട്ടോസൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്.
പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഡ്ഹസീവ് ടെസ്റ്റ് ചെയ്യുക. പോസിബിൾ ആണെങ്കിൽ സ്മോൾ പോർഷന് ഫസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് നോക്കുക. നല്ലതാണെങ്കിൽ നല്ല ഗ്രിപ്പ് ഉണ്ടാവും, പെട്ടെന്ന് തന്നെ പീൽ ചെയ്തിട്ട് വരില്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കഴിഞ്ഞതിൻ്റെ ശേഷം അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ വാങ്ങുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടെക്സ്ചർ നോക്കിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. ഗ്ലോസി ആണെങ്കിൽ സ്ക്രാച്ചസ് ഒക്കെ വിസിബിൾ ആയിരിക്കും, മാറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ഫോർഗിവിങ് ആണ്. പിന്നെ ചിലതിൻ്റെയൊക്കെ മുകളിൽ മാക്സിമൽ റെസിഡ്യൂ ഫ്രീ റിമൂവൽ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. മാക്സിമം അത് നോക്കിയിട്ട് വാങ്ങാൻ നോക്കുക. ഓണസ്റ്റ്ലി ഞാൻ വാങ്ങുമ്പോൾ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാനൊരു ചാൻസ് എടുത്തതാണ്. ലക്കിലി അത് വർക്കായി. ബട്ട് നെക്സ്റ്റ് ടൈം ഞാൻ വാങ്ങുമ്പോൾ കുറച്ചുകൂടെ റിസർച്ചൊക്കെ ചെയ്ത് നല്ലത് നോക്കിയിട്ടാണ് വാങ്ങുക. ഇതിൻ്റെ കൂടെ ചെറിയൊരു ടിപ്പാണ്, നിങ്ങൾക്ക് ക്വാളിറ്റി അല്ലെങ്കിൽ റെസിഡ്യൂ വരുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചെറിയൊരു ഹിഡൻ സ്പോട്ടിൽ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ റിസ്ക് ഇല്ലാതെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ റിമൂവ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് വലിച്ചു പിടിച്ച് റിമൂവ് ചെയ്യാതെ ഹെയർ ഡ്രയർ യൂസ് ചെയ്ത് അഡ്ഹസീവ് ഒന്ന് വാം ആക്കിയിട്ട് മെല്ലെ ഇളക്കിയെടുക്കുക. അപ്പോൾ ഡാമേജ് ഇല്ലാതെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എന്തെങ്കിലും റെസിഡ്യൂ ഉണ്ടെങ്കിൽ അതും ഹെയർ ഡ്രയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ റിമൂവ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്തൊരു കോമൻ്റാണ് ചൂട് തട്ടുമ്പോൾ മെൽറ്റ് ആവുമോ എന്നുള്ളത്. ഇൻ മൈ കേസ് യെസ്, സ്റ്റൗവിൻ്റെ നല്ല ക്ലോസ് ആയിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഏരിയയിലൊക്കെ ഇളകി പോന്നിട്ടുണ്ട്. ഇത്ര ഡിസ്റ്റൻസ് ഒന്നും വലിയ കുഴപ്പമില്ല, ചെറുതായിട്ടൊന്നും ഇളകിയിട്ടേ ഉണ്ടായിട്ടുള്ളൂ ഇത്രയും കാലമായിട്ട്. പക്ഷെ അതിൻ്റെ താഴേക്ക് ഞാൻ സ്റ്റിക്ക് ചെയ്തതൊക്കെ ഇളകി പോന്നിട്ടുണ്ട്. അവിടെ ഓൾറെഡി മാർക്ക് കാണുന്നുണ്ടാവും. ഞാൻ എപ്പോഴും സ്റ്റൗവിൽ എന്തെങ്കിലും ഒരു പാത്രം വെക്കുമ്പോൾ ഇവിടെ ടച്ച് ചെയ്യും, ഭയങ്കര ക്ലോസ് ആയതുകൊണ്ട് അവിടെ ടച്ച് ചെയ്യും. അങ്ങനെ ഓൾറെഡി അതിൻ്റെ വോളിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള സ്റ്റിക്കറും ഇളകി പോന്നിട്ടുണ്ട്. ഹോട്ട് പോട്ട്സ് ഡയറക്റ്റ്ലി വെക്കാണ്ടിരിക്കാൻ നോക്കുക, ബബ്ലിങ് അല്ലെങ്കിൽ ബേൺ മാർക്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുക്കിംഗ് റേഞ്ചിൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഏരിയാസിലൊന്നും ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. പിന്നെ എപ്പോഴും ഒരു ട്രിവറ്റ് അല്ലെങ്കിൽ മാറ്റ് യൂസ് ചെയ്യുക ഹോട്ട് യൂട്ടൻസിൽസ് ഒക്കെ വെക്കുമ്പോൾ. അതിൻ്റെ ഇടയിലൂടെ എൻ്റെ സ്റ്റിക്കി റൈസ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ പോയിട്ട് കണ്ടു നോക്കുക. ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു സിങ്കിൻ്റെ സൈഡിലൊക്കെ വെള്ളം തട്ടുമ്പോൾ എങ്ങനെയാണുള്ളതെന്ന്. സിങ്കിൻ്റെ അടുത്താണ് ശരിക്കും പറഞ്ഞാൽ ട്രിക്കിയസ്റ്റ് സ്പോട്ട്. ആദ്യമൊന്നും പ്രോബ്ലം ഉണ്ടായില്ല, പിന്നെ മെല്ലെ മെല്ലെ ചില സ്ഥലങ്ങളിലൊക്കെ ഇളക്കി വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ഉറപ്പാക്കുക, സ്റ്റിക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ കംപ്ലീറ്റ് ഡ്രൈ ആക്കുക. എനിക്ക് ആ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ഡ്രൈ ആക്കുക എന്ന് പറഞ്ഞാൽ 2-4 ടൈംസ് ടവൽ ഡ്രൈ ആക്കുക. അത് കഴിഞ്ഞിട്ട് ഹെയർ ഡ്രയർ വെച്ചിട്ടും ഡ്രൈ ആക്കിയിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാൻ. പിന്നെ ഓയിലും കംപ്ലീറ്റ് പോക്കുക. അപ്പം അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എഡ്ജസ് ഒക്കെ ഒന്ന് സീൽ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം വെള്ളം ഉള്ളിലേക്ക് കിടക്കില്ല. ഒരു വാട്ടർ പ്രൂഫ് സീലൻ ടേപ്പോ അല്ലെങ്കിൽ സിലിക്കൻ എഡ്ജ് സീലിങ്ങൊക്കെ വെച്ചിട്ടൊന്ന് സീൽ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം സീലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാനൊരു ക്ലിയർ നെയിൽ പോളിഷ് വെച്ചിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തതിന് ശേഷം നല്ല മാറ്റമുണ്ട്, ഉള്ളിലേക്കൊന്നും വെള്ളം കിടക്കുന്നില്ല. അപ്പോൾ ഈ ഇളകിപ്പോരുന്നതും നിൽക്കുന്നുണ്ട്. എന്തായാലും ഇത് ജസ്റ്റ് ഒരു ടെമ്പററി ഹാക്കാണ്. ലോങ് ലാസ്റ്റിംഗ് ഫിക്സിങ്ങിന് സിലിക്കൺ അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് എഡ്ജ് ടേപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ബട്ട് ഒരു ക്വിക്ക് ടച്ചപ്പിന് ദിസ് ടോട്ടലി വർക്ക്ഡ് ഫോർ മീ. ഇടയ്ക്കിടയ്ക്ക് ടച്ചപ്പ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഇത് ഓക്കെയാണ്. എല്ലാ ഗ്യാപ്പിലും ജസ്റ്റ് ഒരു കോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാ ഗ്യാപ്പിലും കൂടെയും വെള്ളം എൻട്രി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം ഉള്ളിലേക്ക് എൻട്രി ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇത് ഇളകി പോരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ കാണുന്ന എല്ലാ ഗ്യാപ്പിലും ജസ്റ്റ് ഇത് വെച്ചിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കുക. ഇത് ടെമ്പററി ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സീലൻ്റ് ഉണ്ടെങ്കിൽ, പെർമനൻറ്റ് സീലൻ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ സിങ്കിൻ്റെ ഏരിയയിലും അങ്ങനെ കൂടുതൽ പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം എൻ്റെ തന്നെ ഇപ്പം ഞാൻ നെയിൽ പോളിഷ് യൂസ് ചെയ്തതിന് ശേഷം കൂടുതലൊന്നും ഡാമേജ് വന്നിട്ടില്ല. അതിൻ്റെ മുന്നേ വന്നിട്ടുള്ള ഡാമേജ് തന്നെയാണ് ഉള്ളത്. നമ്മളെപ്പോഴും വീട്ടിലുള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് എന്തെങ്കിലും ഹാക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുക അല്ലേ. അതുപോലെ തന്നെ എന്നോട് ഒരാൾ ചോദിച്ചതായിരുന്നു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് സീൽ ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നുള്ളത്. അപ്പം ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തതും അത് തന്നെയാണ് കേട്ടോ. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് സീൽ ചെയ്ത് നോക്കിയത്. മേ ബി നിങ്ങൾക്കും ആർക്കെങ്കിലും ഈ ഒരു ഐഡിയ ചിലപ്പം വന്നിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ അതെനിക്ക് വർക്കായിട്ടില്ല. ഓൾറെഡി സ്റ്റിക്കർ ഗ്ലോസി ഫിനിഷ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ തട്ടുമ്പോഴത്തേക്ക് ഗ്ലൂ ഗണ്ണ് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തട്ടുമ്പോഴത്തേക്ക് അത് ഇളകിപ്പോരുന്നുണ്ട്. കിച്ചണിലൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ഭയങ്കര ഒന്നും തട്ടാതെ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. നമ്മളെപ്പോഴും റഫ് യൂസേജുള്ള സ്പേസാണ് കിച്ചൺ എന്ന് പറഞ്ഞാൽ. ഇത് ഞാൻ ഗ്ലൂ ഗൺ ഇട്ടതിൻ്റെ ശേഷം ബാക്കിയുള്ള കുറച്ച് ഏരിയ ആണ്.
പിന്നെ നിങ്ങൾ ഇനി സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ഒരു എക്സ്ട്രാ ടിപ്പും കൂടെ തരാം. സ്റ്റിക്ക് ചെയ്യുന്ന ടൈമിൽ കൗണ്ടർ ടോപ്പിൻ്റെ എഡ്ജസിലൊക്കെ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാതെ ഓരോ പാർട്ടിനും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ബെൻഡ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇത് ഇളകി ഇങ്ങനെ പോരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇളകി പോരുന്നുണ്ട്. പക്ഷേ പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ നിൽക്കും. പക്ഷേ സ്ട്രെയിറ്റ് കട്ട് ചെയ്തെടുത്തൊന്നും അങ്ങനെ ഇളകി പോരുന്നില്ല. അപ്പോൾ സ്ട്രെയിറ്റ് കട്ട് ചെയ്യുമ്പോൾ അഡ്ഹസീവ് ഫ്ലാറ്റ് ആയിട്ടും സ്ട്രോങ് ആയിട്ടും നിൽക്കും. പിന്നെ പീൽ ചെയ്ത് പോരാനുള്ള ചാൻസും കുറവാണ്, ബബ്ലിങ്ങിനും ചാൻസ് കുറവാണ്. പിന്നെ ഈ ഒരു പാട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ എന്നോട് കുറച്ച് തെറ്റിപ്പോയപ്പോൾ ഞാൻ പിടിച്ച് വലിച്ച് പറിക്കാൻ നോക്കിയപ്പം വന്ന മാർക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ട് വാമപ്പ് ചെയ്തിട്ട് ചെയ്താൽ ഇങ്ങനത്തെ മാർക്സ് ഒന്നും വരില്ല. അപ്പം ഞാൻ അന്ന് പിടിച്ച് വലിച്ചതിൻ്റെ മാർക്കാണ് അത്. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഹെയർ ഡ്രയർ വെച്ചിട്ടൊന്ന് വാം ആക്കിയിട്ട് എടുത്താൽ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ എന്നോട് ഓവറോൾ ഫീഡ്ബാക്ക് ചോദിക്കുകയാണെങ്കിൽ ഷോർട്ട് ടേം ഫിക്സിങ്ങിന് നല്ലതാണ്. കുറച്ച് മന്ത്സിനേക്കൊക്കെ വേണമെങ്കിൽ ലുക്ക് ചേഞ്ച് ചെയ്യാനും അടിപൊളിയാണ്, എസ്പെഷ്യലി എന്നെപ്പോലെ ചേഞ്ചൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ. ബട്ട് ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ് ചില ഏരിയാസ് ഇടയ്ക്കിടയ്ക്കായിട്ട് ടച്ചപ്പ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്രയൊക്കെയാണ് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ അഡ്ഹസീവ് സ്റ്റിക്കർ യൂസ് ചെയ്തതിൻ്റെ ശേഷം എൻ്റെ ഫുൾ റിവ്യൂ ആൻഡ് ഫീഡ്ബാക്ക്. ട്രൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ മുന്നേ യൂസ് ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക കോമെൻറ്റ്സിൽ. എനിക്കും ബാക്കിയുള്ള വ്യൂവേഴ്സിനും ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ നിങ്ങളുടേതായിട്ട് എന്തെങ്കിലും ചെറിയ ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കോമെൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നുകൊണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ.